ഹേയ്, മനുഷ്യ മനസ്സിന് 17 തലങ്ങളുണ്ടെന്നാണ് പറയുക. ഏറ്റവും താഴത്തെ ലെവലിന് ഒരു 20 മാർക്കാന്ന് വിചാരിക്കുക. അന്ന് ഏറ്റവും മുകളിലുള്ളതിന് 1000 ഈ 20-ലല്ല ഞാനും നിങ്ങളും ഉറപ്പ് വരുത്താൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് കാണാം. ഇത് ഞാൻ പറയുന്നതല്ല, അമേരിക്കയിലെ ഏറ്റവും ഫേമസ് സൈക്കാട്രിസ്റ്റ് ഡേവിഡ് ആർ ഹോക്കിൻസ് അദ്ദേഹത്തിൻ്റെ പവർ ആൻഡ് ഫോഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മുടെ കോൺഷ്യസ്നെസ് മാപ്പ്, നമ്മുടെ മനസ്സിൻ്റെ സമനിലയുടെ ഒരു മാപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം ഏറ്റവും മോശമായി വെക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അതിന് പറയുന്നത് ഇതാണ്: ഷെയിം, ലജ്ജ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങൾ വിചാരിക്കുന്നതല്ല കേട്ടോ, മറിച്ച് ഞാൻ പണ്ടൊരു തെറ്റ് ചെയ്തു പോയി എന്നുള്ളതിനെ മാറ്റിയിട്ട് നീയേ ഒരു തെറ്റുകാരനാണെന്ന് നമ്മളുടെ മനസ്സോ അല്ല ബാക്കിയുള്ളവരും കൂടി നമ്മളുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു തരുന്നൊരു സാധനം. എപ്പോഴോ ചെയ്തു പോയൊരു തെറ്റിൻ്റെ പേരിൽ കുടുംബം പറയാണ് നീ മിണ്ടരുത്, എനിക്കത് പറയാനുള്ള അവകാശമില്ലാന്ന്. ഏറ്റവും ചേർത്തെടുത്തേണ്ട കൂട്ടുകാരന്മാർ പറയാണ് നിനക്കത് പറയാൻ എന്താ അധികാരമുള്ളത്, നീ പണ്ടെൻ്റെ കൂടെ അങ്ങനെ ചെയ്തതല്ലേ. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ ഇനി നിനക്ക് മാറാൻ അവസരമില്ല എന്നുള്ള ആ ഒരു വാക്ക് കേട്ട് ജീവിതകാലം മൊത്തം തീരേണ്ട അവസ്ഥയാണ് ഷെയിം. അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ലെവൽ അദ്ദേഹം പറയുന്നത് ഡെത്ത് ലെവൽ, അതിൻ്റെ തൊട്ട് മേലെയായി ഈ ഒരു അവസ്ഥ. ഇത് മനുഷ്യന് 4 ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. ഒന്ന് അവൻ്റെ സ്വഭാവത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമിലിയേഷനാണ്. ഹ്യൂമിലിയേഷൻ വെച്ചാൽ അപമാനം. എവിടെയും പോകാൻ തോന്നൂല, ഒന്നും ചെയ്യാൻ തോന്നില്ല, ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. കാരണം എന്താ, എന്തെങ്കിലും ചെയ്താൽ ആളുകൾ എന്ത് പറയും എന്നുള്ള പേടിയിൽ, കാരണം പണ്ട് ചെയ്തു പോയല്ലോ എന്നുള്ളതിൻ്റെ പേരിൽ, തെറ്റ് ചെയ്തു പോയല്ലോ അതിൻ്റെ പേരിൽ മാറി നിൽക്കും. ഇനി അത് നമുക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എലിമിനേഷൻ ആയിരിക്കും. ആളുകളെ കൊല്ലുക എന്നുള്ളതിനൊക്കെ എലിമിനേറ്റ് എന്നാണ് ഉപയോഗിക്കുക. അതുപോലെ നമ്മൾ തീർത്ത് കളയും ഈ ഒരു സാധനം. ഈ ഒരു ലെവലിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇതിന് 2 വ്യൂ ഉണ്ട്. ഒന്നാമത്തെ വ്യൂ എന്ന് പറയുന്നത് അത് നമ്മുടെ അഥവാ പേഴ്സണൽ വ്യൂ, മനുഷ്യൻ്റെ വ്യൂ ആണ്. അതിൽ പറയുന്നത് അത്തരത്തിലുള്ള മനുഷ്യർ മിസറബിൾ ആയിട്ടുള്ള ജീവിതം, ദുരിതമുള്ള ജീവിതമായിരിക്കും അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ജീവിതം ഈ ലെവലിൽ. ഇനി പറയുന്നത് ഇതിനൊരു ഗോഡ് വ്യൂ ഉണ്ട്, ഒരു സ്പിരിച്വൽ വ്യൂ ഉണ്ട്. അഥവാ നമ്മുടെ ഉള്ളിൽ പറയാം, അതിനെ ഡിസ്പൈസിങ് എന്നാണ് പറയുക. എന്നെ ദൈവം എന്തായാലും ശിക്ഷിക്കും, എനിക്ക് യൂണിവേഴ്സ് ഒന്നും നല്ലത് തരില്ല, എന്നെ കർമ്മ വന്നിട്ട് ആക്രമിക്കുക തന്നെ ചെയ്യുന്നു വിചാരിച്ച് പേടിച്ച് നിൽക്കും. എന്തിനാ? പണ്ട് ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ. എല്ലാ മതങ്ങളും പറയുന്നത് നിങ്ങൾക്ക് മാറാൻ പറ്റും എന്നുള്ളത്, എല്ലാ യൂണിവേഴ്സും പറയുന്നത് മാറുന്നതാണ്, യൂണിവേഴ്സ് കൂടെ നിൽക്കും എന്നുള്ളത്. പക്ഷേ അത്തരക്കാർക്ക് അതിന് പറ്റില്ല എന്നുള്ളതാണ്. ഇനി ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനർ ഞാനിതെന്തിനാണ് പറയുന്നത്? പ്രിയാമ്പിളിൽ നമ്മൾ കാണുന്നൊരു വേർഡ് ഉണ്ട്, ദ ഡിഗ്നിറ്റി ഓഫ് എ പേഴ്സൺ ഇസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്. മൗലിക അവകാശമാണ് അഭിമാനത്തോടുകൂടി ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും നാവ് കൊണ്ടും ഏതോ ഒരു മനുഷ്യനെ ഈ ലെവൽ 1-ലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ പേടിച്ചിട്ട് വീണ്ടും അവൻ ജീവിതത്തിൽ ഒറ്റക്കായി പോവുകയാണെങ്കിൽ അവൻ്റെ 2 അവകാശം നിങ്ങൾ നിഷേധിക്കുകയാണ്. ഒന്ന്, അവനിക്ക് ജീവിക്കാനുള്ള മാനസികാവസ്ഥ, മറ്റൊന്ന് ഡിഗ്നിറ്റി ആയിട്ട് ജീവിക്കാനുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അവസ്ഥ. ഇത് രണ്ടും നമ്മളായിട്ട് ഒരാൾക്ക് നശിപ്പിക്കരുത് എന്നുള്ള വിചാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. ഇതാണ് ആദ്യത്തെ ലെവലെങ്കിൽ ഇനിയുമുണ്ട് 16 എണ്ണം. കൂടെ കൂടിക്കോ, ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ആസ് എ സിറ്റിസൺ, ദിസ് ഈസ് അവർ റിയൽ റോൾ. താങ്ക് യു സോ മച്ച്.